ചെവി കേൾക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, നമ്മുടെ ശരീരത്തിൻ്റെ ബാലൻസ് നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട ചില അവയവങ്ങൾ നമ്മുടെ ചെവിക്കുള്ളിലുള്ള ഇൻറ്റേർണൽ ഇയർ എന്ന് പറയുന്ന ഭാഗത്തുണ്ട്. ശ്വാസകോശവും ഹൃദയവും അതുപോലെ ഹീമോഗ്ലോബിനും ഒരുപോലെ ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ ഫങ്ഷനിങ്ങും നടക്കാനായിട്ട് നമുക്ക് പ്രാപ്തി ഉണ്ടാവുകയുള്ളൂ എന്ന് ചുരുക്കം. അപ്പോൾ തലകറക്കത്തിന് പല കാരണങ്ങളുണ്ട്. ഈ പറയുന്ന വെസ്റ്റിബ്യൂൾ, കോക്ലിയ, ലാബിരന്ത് എന്ന് പറയുന്ന ഓർഗൻസ് ഒക്കെ നല്ല ഫങ്ഷനിങ് ആയിട്ടിരുന്നാൽ മാത്രമേ തലകറക്കം ഉണ്ടാകത്തുള്ളൂ. ഇനി അവർക്ക് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന് എന്ത് മരുന്നാണ് കഴിക്കേണ്ടത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കുഞ്ഞ് എക്സസൈസ് പറഞ്ഞാലും ആളുകൾക്ക് ചെയ്യാൻ പൊതുവെ ഒരു മടിയുണ്ട്. വാസ്തവത്തിൽ ഇതിന് വളരെ ചെറിയ ചില വ്യായാമങ്ങളാണ് പറയുക. ആദ്യമേ തന്നെ നമ്മൾ ഇത് എന്തുകൊണ്ടാണ് എന്നുള്ളത് കറക്റ്റായിട്ട് റൂൾ ഔട്ട് ചെയ്യും. അവൾ വണ്ടി കയറുന്നു, ബസ്സെ കയറിയോ, അവൾ വാള് വെച്ചു. ഇനി വയനാട് ചുരമെങ്ങാനും കയറുവാണോ, ആദ്യത്തെ വളവ് കഴിയുമ്പോഴത്തേക്കും ഇവളെ എടുത്ത് കാട്ടിക്കളയാൻ തോന്നും. മൈഗ്രെയിന് കുറേയധികം ട്രിഗറിങ് ഫാക്ടേഴ്സ് ഉണ്ട്. തലകറക്കം, ഛർദി, എങ്ങോട്ടെങ്കിലും യാത്ര ചെയ്യുമ്പോൾ ഛർദിച്ച് വാള് വെച്ച് വശം കെട്ട് പോകുന്ന മോഷൻ സിക്നസ് എന്ന് പറയുന്ന വൃത്തികെട്ട അസുഖം, മൈഗ്രെയിൻ, എന്നും രാവിലെ എണീക്കുമ്പോൾ മുതലുള്ള തലവേദന. ഈ തലവേദന ഇങ്ങനെ കൂടി 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 വന്ന് നമ്മുടെ തലയിൽ പൾസേറ്റിംഗ് ടൈപ്പ് ഒരു ഹെഡേക്ക് വരിക. ഹൃദയം മിടിക്കുന്നതിനനുസരിച്ച് തല ഇങ്ങനെ പൊട്ടിപ്പോകാൻ തുടങ്ങുന്ന പോലത്തെ വേദന. അവസാനം തല പൊട്ടിപ്പോയില്ലെങ്കിലും നമ്മൾ ആകെ മൊത്തം ഛർദിച്ച് വശം കെട്ട് പോകുന്ന അവസ്ഥ. ചിലപ്പോൾ ഒരുപക്ഷെ ഛർദിച്ച് കഴിയുമ്പോഴത്തേക്കും ആ തലവേദനയ്ക്ക് ഒരല്പം ആശ്വാസം ഉണ്ടാവുകയും ചെയ്യും. മൈഗ്രെയിൻ, ചെകിനിക്കുത്ത് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു തലവേദനയാണ് ഈ പറഞ്ഞതൊക്കെ. അപ്പോൾ ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന സംഗതികൾ കൂടിയാണ്. നമ്മൾ ആദ്യം പറഞ്ഞ തലകറക്കവും മോഷൻ സിക്നസ്, യാത്ര ചെയ്യുമ്പോഴുണ്ടാകുന്ന തലകറക്കവും ഈ പറഞ്ഞ മൈഗ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഹെഡേക്കും ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് സംഗതികളാണ്. ഇതിൻ്റെയൊക്കെ മൂല കാരണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ചെവിയാണ്. ചെവിയോ? ചെവി കേൾക്കാൻ ഉപയോഗിക്കുന്നതല്ലേ എന്ന് ചിലപ്പോൾ പലപ്പോഴും ചോദിച്ചേക്കാം. അല്ല, ചെവി കേൾക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, നമ്മുടെ ശരീരത്തിൻ്റെ ബാലൻസ് നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട ചില അവയവങ്ങൾ നമ്മുടെ ചെവിക്കുള്ളിലുള്ള ഇൻറ്റേർണൽ ഇയർ എന്ന് പറയുന്ന ഭാഗത്തുണ്ട്. വെസ്റ്റിബ്യൂൾ, കോക്ലിയ എന്നൊക്കെ പറയുന്ന ഭാഗങ്ങൾ ചെവിക്കുള്ളിൽ ഒരു ഒച്ചിൻ്റെ ആകൃതിയിലൊക്കെ ഇരിക്കുന്നത് ചിലപ്പോൾ പടങ്ങളിലെങ്കിലും നിങ്ങൾ പലരിലും കണ്ടിട്ടുണ്ടാവാം. ഈ ഇൻറ്റേർണൽ ഇയറിലുള്ള ചില ദ്രാവകങ്ങളുണ്ട്. ആ ദ്രാവകങ്ങളിൽ കുറച്ച് കാൽഷ്യം ക്രിസ്റ്റൽസ് ഉണ്ട്. കാൽഷ്യം ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞാൽ വലിയ ഉപ്പുകട്ട പോലത്തെ സംഗതികളൊന്നുമല്ല, ചെറിയ തരികൾ. അപ്പോൾ നമ്മൾ തല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചരിക്കുമ്പോൾ കാൽഷ്യം ക്രിസ്റ്റൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്യും. ആ മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നെർവസ് ഇമ്പൾസാണ് നമ്മുടെ ബ്രെയിനിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്ത് ബ്രെയിൻ അവിടെ ഇരുന്ന് കറക്റ്റായിട്ട് തല ഇങ്ങോട്ട് ചരിക്കുന്നുണ്ട്, ബോഡിയുടെ ബാലൻസ് ഇങ്ങനെ നിയന്ത്രിച്ചേക്കാം എന്ന് തീരുമാനിക്കുന്നത്. എന്നാൽ ചില പ്രത്യേക അവസരങ്ങളിൽ ഈ തലകറക്കം ഉണ്ടാക്കാൻ മാത്രം ഇതിന് ഒരു ഹൈപ്പറായിട്ടുള്ളൊരു സെൻസിറ്റിവിറ്റി ഉണ്ടാകും. അതായത് കാൽഷ്യം ക്രിസ്റ്റൽസ് ചിലപ്പോൾ ഈ ദ്രാവകത്തിൻ്റെ ഉള്ളിലോട്ടൊക്കെ കയറിപ്പോവും. എന്നിട്ട് ഈ തല ഇങ്ങനെ ഫുള്ളായിട്ടൊന്ന് കറക്കി കഴിഞ്ഞിട്ട് അവൻ അവിടെ അങ്ങ് നിൽക്കാതെ പിന്നെയും കറങ്ങിക്കൊണ്ടിരിക്കുന്ന, മൂവ് ചെയ്യുന്നൊരവസ്ഥ. അതായത് കണ്ടിന്യൂസ് ആയിട്ട് നെർവസ് സിഗ്നൽ പോയിക്കൊണ്ടിരിക്കും. പിള്ളേരൊക്കെ ഇങ്ങനെ ഫുൾ വട്ടം കറങ്ങി ഇങ്ങനെ കളിക്കുമ്പോൾ ഈ തലകറക്കം ഉണ്ടാകുന്ന അവർക്ക് ഒരു രസമാണ്, ഒരു കൗതുകമാണ്. പക്ഷേ നമ്മൾ പ്രായമായവരൊക്കെ അതുപോലെ കാണിച്ചിട്ടുണ്ടെങ്കിൽ തല കറങ്ങി താഴെ വീഴും. അതുപോലെ രാവിലെ എണീറ്റ് ഉടനെ പെട്ടെന്ന് തന്നെ എണീറ്റ് മൂത്രമൊഴിക്കാനോ വല്ല ബാത്റൂമിലോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ തല കറങ്ങി താഴെ വീണെന്നിരിക്കും. അതുപോലെ തന്നെ നല്ല പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് മറ്റു പല അസുഖങ്ങൾ കൊണ്ടും ഈ തലകറക്കം ഉണ്ടാകാം. ഇപ്പോൾ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളായിട്ടോ എന്തെങ്കിലും രക്തസ്രാവത്തിൻ്റെയോ അല്ലെങ്കിൽ രക്തം കട്ട പിടിക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ടും, എന്തിനേറെ പറയുന്നു, വളരെ കോമൺ ആയിട്ടുള്ള വിളർച്ച, അനീമിയ എന്ന് പറയുന്ന രക്തക്കുറവ് പോലും ഈ പറയുന്ന തലകറക്കവും ക്ഷീണവും ഒക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്താണ് എന്നുള്ളത് കറക്റ്റ് കണ്ടുപിടിക്കണം. തലകറക്കത്തിന് വലിയൊരു കാരണം ഈ വിളർച്ചയാണ് എന്ന് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ക്ഷീണത്തിന്. എന്തുകൊണ്ടാണ് വിളർച്ച? HB എന്ന് പറയുന്ന ഹീമോഗ്ലോബിനാണ് നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ എല്ലായിടത്തേക്കും എത്തിക്കുന്നത്. നമ്മുടെ ശ്വാസകോശം നന്നായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ ഓക്സിജൻ എത്തുകയില്ല. ഇനി ശ്വാസകോശം നന്നായിട്ട് വർക്ക് ചെയ്തെന്നാലും ഹീമോഗ്ലോബിൻ ആവശ്യത്തിനില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എല്ലായിടത്തും ആവശ്യത്തിന് ഓക്സിജൻ എത്തുകയില്ല. ഈ ഓക്സിജൻ എത്താതെ നമ്മുടെ ശരീരത്തിലെ ഒരു കോശം പോലും അനങ്ങുകയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ശ്വാസകോശവും ഹൃദയവും അതുപോലെ ഹീമോഗ്ലോബിനും ഒരുപോലെ ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ ഫങ്ഷനിങ്ങും നടക്കാനായിട്ട് നമുക്ക് പ്രാപ്തി ഉണ്ടാവുകയുള്ളൂ എന്ന് ചുരുക്കം.
അപ്പോൾ തലകറക്കത്തിന് പല കാരണങ്ങളുണ്ട്. ഈ പറയുന്ന വെസ്റ്റിബ്യൂൾ, കോക്ലിയ, ലാബിരന്ത് എന്ന് പറയുന്ന ഓർഗൻസ് ഒക്കെ നല്ല ഫങ്ഷനിങ് ആയിട്ടിരുന്നാൽ മാത്രമേ തലകറക്കം ഉണ്ടാകത്തുള്ളൂ. ഇനി അവർക്ക് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന് എന്ത് മരുന്നാണ് കഴിക്കേണ്ടത്? ആൾക്കാർ പലപ്പോഴും മെഡിക്കൽ ഷോപ്പിൽ ചെന്നിട്ട് തലകറക്കമാണ്, അതിനുള്ള മരുന്ന് വാങ്ങിക്കും. അങ്ങനെയുള്ള ആ പേരിൽ തന്നെയുള്ള കുറച്ച് മരുന്നുകളുമുണ്ട്, ഓവർ ദ കൗണ്ടർ മെഡിസിൻസ്. പക്ഷേ ഇങ്ങനെ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നാൽ അന്നേരം കുറയും, പിന്നെയും തലകറക്കമുണ്ടാകും, പിന്നെയും മരുന്ന് കഴിക്കും, അന്നേരം കുറയും. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇതിൻ്റെ കോസ് മാറാനായിട്ട് പോകുന്നേയില്ല. അപ്പോൾ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കുഞ്ഞ് എക്സസൈസ് പറഞ്ഞാലും ആളുകൾക്ക് ചെയ്യാൻ പൊതുവെ ഒരു മടിയുണ്ട്. വാസ്തവത്തിൽ ഇതിന് വളരെ ചെറിയ ചില വ്യായാമങ്ങളാണ് പറയുക. ആദ്യമേ തന്നെ നമ്മൾ ഇത് എന്തുകൊണ്ടാണ് എന്നുള്ളത് കറക്റ്റായിട്ട് റൂൾ ഔട്ട് ചെയ്യും. ഒരു പൊസിഷണൽ ടെസ്റ്റ് ഉണ്ട്. നമ്മൾ നമ്മുടെ ക്ലിനിക്കൽ എക്സാമിനേഷൻ കോട്ടിൽ കട്ടിലിൽ കിടത്തിയിട്ട് ഒരു സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും തലയൊക്കെ ചെരിച്ച് നോക്കും. പതുക്കെ കൃത്യ ഡിഗ്രിയിലൊന്ന് എണീക്കാൻ പറയും. അപ്പോൾ നമുക്ക് കൃത്യം കണ്ടുപിടിക്കാം ഈ അസുഖം നമ്മുടെ ചെവിയുടെ പ്രശ്നം കൊണ്ടാണോ. അതിനൊരു ഓമനപ്പേരുമുണ്ട്, BPPV എന്ന് ഞങ്ങൾ ഷോർട്ട് ഫോമിൽ വിളിക്കുന്ന ബിനൈൻ പരോക്സിസിമൽ പൊസിഷണൽ വെർട്ടൈഗോ. അപ്പോൾ ആ അസുഖമാണ് എന്ന് കണ്ടെത്തിയെന്നാൽ അതിനിങ്ങനെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയല്ല, മരുന്ന് കൊടുക്കുകയും ചെയ്യരുതെന്നാണ് ഡോക്ടർമാർക്ക് കൊടുത്തിരിക്കുന്ന പ്രോട്ടോക്കോൾ. പക്ഷേ പേഷ്യൻസ് പലപ്പോഴും ഞങ്ങളുടെ അടുത്തുനിന്ന് ഈ മരുന്ന് നിർബന്ധപൂർവ്വം ആവശ്യപ്പെട്ട് വാങ്ങിച്ചുകൊണ്ട് പോകാറുണ്ട്. പകരം ഇതിനുള്ള ചില വ്യായാമങ്ങളാണ് ചെയ്യേണ്ടത്. ഏറ്റവും പ്രധാനം കണ്ണുകൾ കൊണ്ടുള്ള വ്യായാമമാണ്. നമ്മൾ നേരെ നോക്കിക്കൊണ്ട് തന്നെ നമ്മുടെ വിരൽ വെച്ചിട്ട് ഇങ്ങനെ നോക്കുന്ന വ്യായാമങ്ങൾ. അതായത് നമ്മുടെ തല ചെരിക്കാതെ കണ്ണിനെ മാക്സിമം അതിൻ്റെ മൂവ്മെൻറ്റ്സ് നമ്മൾ മാക്സിമം എക്സ്റ്റെൻഡ് ചെയ്യുന്ന വ്യായാമങ്ങൾ. അതുപോലെ മുകളിലോട്ടും കണ്ണിൻ്റെ, അതുപോലെ കഴുത്ത് നമ്മൾ ഒരുപാട് ചെരിക്കാതെ മുകളിലോട്ടും താഴോട്ടുമാണ് നോക്കേണ്ടത്. അതുപോലെ കഴുത്തിൻ്റെ വ്യായാമങ്ങളുണ്ട്. അങ്ങനെ കുഞ്ഞു കുഞ്ഞു വ്യായാമങ്ങൾ നിങ്ങളെ ഡോക്ടർ തന്നെ കൃത്യമായിട്ട് പറഞ്ഞു തരും. അത് ചെയ്ത് ഈ പറയുന്ന ഹൈപ്പർ സെൻസിറ്റിവിറ്റിയെ നമ്മളങ്ങ് അബോലിഷ് ചെയ്ത് കളയും. അവൻ കൂടുതലായിട്ട് സെൻസിറ്റീവ് ആകുന്നുണ്ടെങ്കിൽ അവന് വീണ്ടും ആ ഒരു ട്രിഗർ കൊടുത്തുകൊണ്ട് അവനെ നമ്മളങ്ങ് അബോലിഷ് ചെയ്ത് കളയുന്ന ഒരു ഏർപ്പാടാണിത്. അത് കൃത്യമായിട്ട് ചെയ്യുന്നാലേ ഈ തലകറക്കം മാറത്തുള്ളൂ, അല്ലെങ്കിൽ എപ്പോഴും തലകറക്കമായിരിക്കും. മാത്രമല്ല, ഇനി അടുത്ത കാര്യം മോഷൻ സിക്നസ്. എവിടെയെങ്കിലും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളെ കൊണ്ടുവരുന്നത് ഇവൾ വാൾ വെച്ച് തീർക്കും എന്ന് പലരും പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. അവൾ വണ്ടി കയറുന്നു, ബസ്സെ കയറിയോ അവൾ വാൾ വെച്ചു. ഇനി വയനാട് ചുരമെങ്ങാനും കയറുവാണോ ആദ്യത്തെ വളവ് കഴിയുമ്പോഴത്തേക്കിന് ഇവളെ എടുത്ത് കാട്ടിക്കളയാൻ തോന്നും, മൊത്തം ഛർദ്ദിച്ച് ആകെ കുളവാക്കും എന്ന് പറയാം. പാവം പിള്ളേർ എന്നാ ചെയ്യാനാ അല്ലേ. അതിന് നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. എനിക്ക് ഇതേ പ്രശ്നമുണ്ട്, മോഷൻ സിക്നസ് ഉണ്ട്. ഞാൻ അത് കാരണം എന്താ ചെയ്യുക, ഞാൻ വണ്ടി ഓടിക്കാൻ ഡ്രൈവർ സീറ്റിൽ തന്നെ ഇരിക്കും. ഡ്രൈവർ സീറ്റിൽ ഇരിക്കാൻ ഒരാൾക്കേ പറ്റുള്ളൂ. അപ്പം ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ളവർക്ക് ഫ്രണ്ട് സീറ്റിൽ തന്നെ സ്ഥാനം പിടിക്കാം. എന്നിട്ട് നമ്മുടെ കണ്ണ് റോഡിലോട്ട് തന്നെ നോക്കിയിരിക്കുക. ഫോണിലോട്ട് വല്ലതും നോക്കിയെന്നാൽ ആ സമയത്ത് നമ്മുടെ ഈ കണ്ണ് ഫോണിലും അതിനനുസരിച്ച് എന്നാൽ വളവ് തിരിയുന്നതിനനുസരിച്ച് നമ്മുടെ ബ്രെയിനും ഇത് രണ്ടും കൂടെ കൺഫ്യൂസ്ഡ് ആയിപ്പോവും. നമ്മുടെ കണ്ണ്, ചെവി, ഈ ഇമ്പൾസസ് ഇതെല്ലാം കൂടി ആകെ കൺഫ്യൂസ്ഡ് ആയി കഴിയുമ്പോഴത്തേക്കും ആകെ മൊത്തം താളം തെറ്റും, ഛർദ്ദിച്ചിരിക്കും, വാള് വെച്ചിരിക്കും, ഉറപ്പാണ്. പകരം നമ്മൾ റോഡിലോട്ട് മാത്രം നോക്കിയിരിക്കുക. കഴിയുമെങ്കിൽ ജനൽ തുറന്നിട്ടോളൂ. എന്നിട്ട് ശുദ്ധവായു ശ്വസിച്ചിരിക്കുക. ഭക്ഷണം അതിന് തൊട്ട് മുമ്പ് ഒരുപാട് ഹെവി ആയിട്ടും ദഹിക്കാൻ പാടുള്ളതും കഴിക്കാതിരിക്കുക. നല്ലപോലെ വെള്ളം കുടിച്ചോളുക. മാത്രമല്ല, ഓറഞ്ച്, നാരങ്ങ പോലുള്ള എന്തെങ്കിലും സാധനങ്ങൾ കയ്യിൽ കരുതുന്നത് നല്ലതാണ്. നമുക്ക് എന്തെങ്കിലും സ്മെല്ലിൻ്റെ ഒരു ട്രിഗർ ഉണ്ടാകാതിരിക്കാനായിട്ട്. നമ്മൾ റോഡിലോട്ട് തന്നെ നോക്കിയിരിക്കുകയാണെങ്കിൽ തന്നെ പകുതി പ്രശ്നങ്ങൾ അതുകൊണ്ട് തന്നെ മാറിയിരിക്കും. ഫോൺ ഒരു കാരണവശാലും നോക്കാൻ പാടില്ല. ഫോണിൽ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുകയോ ചെയ്യുന്ന ജോലി വരുമ്പോഴത്തേക്കും അതിൻ്റെ ആ കുലുക്കവും ഈ പറയുന്ന നമ്മുടെ ഇമ്പൾസസിൻ്റെ താളം തെറ്റലും കൂടി ആകുമ്പോൾ ഉറപ്പായിട്ടും മോഷൻ സിക്നസ് 10 ടൈംസ് എങ്കിലും ഒന്ന് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ മൂന്നാമത്തെ കാര്യം മൈഗ്രെയിൻ എന്ന് പറയുന്ന സംഗതി. മൈഗ്രെയിന് കുറേയധികം ട്രിഗറിങ് ഫാക്ടേഴ്സ് ഉണ്ട്. അത് ഉദാഹരണത്തിന് നമ്മൾ ഒരുപാട് നേരം ഭക്ഷണം കഴിക്കാതിരുന്നാൽ ഹൈപ്പോഗ്ലൈസിമിയ ഒരു വലിയ ട്രിഗറിങ് ഫാക്ടറാണ്. അതുപോലെ ചില തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങളും ട്രിഗർ ചെയ്യും. ഉദാഹരണത്തിന് ചോക്ലേറ്റ് അല്ലെങ്കിൽ മിൽക്ക് പ്രോഡക്ട്സ്. എനിക്ക് ചോക്ലേറ്റ് ഒരു ട്രിഗറിങ് ഫാക്ടറാണ്. മിൽക്ക് പ്രോഡക്ട്സ് അത്ര തന്നെ ഇല്ലെങ്കിൽ പോലും. ആൽക്കഹോൾ മദ്യപിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഉറപ്പാണ് നല്ല തലവേദനയായിരിക്കും. അതേപോലെ തന്നെ ചില തരത്തിലുള്ള ശബ്ദങ്ങൾ, ഭയങ്കര ശബ്ദം, ഈ ഒരു ഹോൺ ഇങ്ങനെ അടിച്ച് ചെവിയിലോട്ട് കയറി കഴിയുന്ന അപ്പം തലവേദന തുടങ്ങും. അതേപോലെ കണ്ണിലോട്ട് ഡയറക്റ്റ് അടിക്കുന്ന വെട്ടം. ഇപ്പോൾ സൂര്യപ്രകാശം പെട്ടെന്ന് കണ്ണിലോട്ട് അടിക്കുമ്പോഴത്തേക്കും നമ്മുടെ തലയുടെ വിടുന്നൊരു വേദന തുടങ്ങും.
അല്ല ഭയങ്കരമായ ടെൻഷൻ, ഉറക്കമില്ലായ്മ, ഉറക്കം ശരിയാകാതെ പോയെന്നാൽ ഇതെല്ലാം മൈഗ്രെയിനെ ട്രിഗർ ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ഇത് പൂർണ്ണമായിട്ടും ഒഴിവാക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാകുന്നത്, നമുക്ക് പലപ്പോഴും ഈ ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാകുന്നത് നമ്മുടെ ടെൻഷൻ കൊണ്ടും സ്ട്രെസ് കൊണ്ടും കൂടെയാണ്. ഭക്ഷണം മാത്രമല്ല അതിൻ്റെ കാരണം. ഈ സ്ട്രെസ്സ്, നമ്മുടെ ഏറ്റവും വലിയൊരു ഹാപ്പി ഹോർമോണാണ് സൈറ്റോകൈൻ, എൻഡോഫിൻ, ഡോപ്പമൈൻ, സിറോട്ടോണിൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതിനകത്ത് ഈ സിറോട്ടോണിൻ എന്ന് പറയുന്നത് നമ്മുടെ തലയിലല്ല ഉണ്ടാകുന്നത്, അത് നമ്മുടെ വയറിലാണ് ഉണ്ടാകുന്നത് എന്നതാണ് ഏറ്റവും രസകരമായ കാര്യം. നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. 95% സെറോട്ടോണിനും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് നമ്മുടെ വയറിലാണ്, ഉദരത്തിലാണ്. അപ്പോൾ ഈ സെറോട്ടോണിൻ ഉണ്ടാകാതിരിക്കുന്നതിൻ്റെ കാരണവും നമുക്ക് വയറിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണവും ഒരേപോലെ നമ്മുടെ സ്ട്രെസ്സാണ് എന്ന് മനസ്സിലാക്കുന്നിടത്താണ് നമ്മൾ ആൻറ്റിസൈക്കോട്ടിക് മരുന്നുകൾ പോലും ഈ ഉദരസംബന്ധമായ രോഗങ്ങൾക്ക് കൊടുക്കുക. അപ്പോൾ പലപ്പോഴും ഈ മൈഗ്രെയിൻ, തലവേദന മാറുന്നേയില്ല, തലയങ്ങ് പറിച്ചു കളഞ്ഞെന്നാലോ എന്ന് പോലും ആലോചിച്ച് കളയും എന്ന് ചില രോഗികൾ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിന് വേണ്ട ആൻറ്റി സൈക്കോട്ടിക്സ് അല്ലെങ്കിൽ ആൻറ്റി ആങ്സൈറ്റി ഡ്രഗ്സ്, പലപ്പോഴും പല ആങ്സൈറ്റി ഫാക്ടേഴ്സും ഒക്കെ ഈ തലവേദനയും മൈഗ്രെയിനും ഒക്കെ ഉണ്ടാക്കാം. അപ്പോൾ ന്യൂറോ സൈക്യാട്രിയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. തലവേദന, ഹെഡ് ഏക്ക് ക്ലിനിക്കുകളായിട്ട് വിദേശങ്ങളിലൊക്കെ ഉണ്ട്. നമ്മളൊക്കെ ഹെഡ് ഏക്ക് ക്ലിനിക്കിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ കറക്റ്റായിട്ട് അത് ഡയഗ്നോസ് ചെയ്യുന്നാൽ നമുക്കത് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ സാധിക്കും വിത്ത് പേഷ്യൻ്റ് കോപ്പറേഷൻ. അത് പ്രത്യേകം എടുത്ത് പറയണം. പേഷ്യൻ്റ് എങ്ങനെയെങ്കിലുമൊക്കെ എന്നെ ഇഷ്ടമുള്ളതൊക്കെ കഴിച്ച് അവിടെ ഇവിടെ എല്ലാം കറങ്ങി നടന്ന് ഉള്ള വെയിലും പൊടിയെല്ലാം അടിച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് നിയന്ത്രിക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ സഹകരിക്കുവാണെങ്കിൽ 90 95% അത് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിന് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ജസ്റ്റ് ഓവർ ദ കൗണ്ടർ മെഡിസിൻസ് എടുത്ത് അത് തൽക്കാലത്തേക്ക് മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ പറ്റില്ല. ഇപ്പോൾ മരുന്ന് കഴിച്ചെന്നാലും ഈ തലവേദന പോകത്തില്ല, നമുക്ക് ഉറങ്ങാനേ പറ്റത്തില്ല. 3-4 ദിവസമൊക്കെ തലവേദന കണ്ടിന്യൂ ചെയ്യുന്നവരുണ്ട്. ഈ തല അങ്ങ് പൊട്ടിപ്പോകുന്ന അവസ്ഥ. ഒരിക്കൽ പിഷാരടി ലാലേട്ടൻ്റെ അടുത്ത് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട് സ്റ്റേജ് ഷോയിൽ, ലാലേട്ടൻ എല്ലാം ആസ്വദിക്കണമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ തലവേദന വന്നാൽ പോലും ആസ്വദിക്കണം എന്ന് ലാലേട്ടൻ പറയുമല്ലോ, അതെങ്ങനെ ഈ തലവേദന ആസ്വദിക്കുന്നത്? ലാലേട്ടൻ പറഞ്ഞ മറുപടിയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. തലവേദനയും ആസ്വദിക്കാൻ പറ്റും, അതിന് പക്ഷേ നല്ലൊരു തലയുണ്ടാവണമെന്ന്. അപ്പോൾ നമുക്ക് നല്ലൊരു തലയുണ്ടാക്കാൻ ശ്രമിക്കാം. ഒപ്പം തലവേദനയെ അകറ്റി നിർത്താനുള്ള കാരണങ്ങൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കിയെടുക്കാം. അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കണമെങ്കിൽ അതും നമുക്ക് നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ച് കൃത്യമായിട്ടുള്ള ചികിത്സാ മാർഗ്ഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുക. താങ്ക് യു.